ഹായ് സുഹൃത്തുക്കളെ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ UGC നെറ്റിന്റെയും CSIR നെറ്റിന്റെയും പ്രൊവിഷണൽ ആൻസർ കീസ് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മളത് അറിഞ്ഞ കാര്യമാണ്. കൂടാതെ നിങ്ങൾക്കിപ്പോ റെസ്പോൺസ് ഷീറ്റും അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു കുറഞ്ഞ വിൻഡോയിൽ മാത്രമാണ് റെസ്പോൺസ് ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പരിധി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 18-ാം തീയതി രാത്രിക്ക് മുന്നേ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാൻ, നിങ്ങളെ എഴുതിയ ആൻസറും ആൻസർ കീയിലുള്ള ആൻസർ തമ്മിൽ താരതമ്യപ്പെടുത്തി മുന്നോട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു അനാലിസിസ് നടത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഒരുപാട് പേര് കുട്ടികൾ നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട്, പ്രൊഫഷണൽ ആൻസർ കീ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും, പിന്നെ ചിലർക്കൊന്നും ഇതിനകത്ത് കയറിയിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രൊഫഷണൽ ആൻസർ കീ നോക്കുക, എങ്ങനെയാണ് ഈ റെസ്പോൺസ് ഷീറ്റ് നോക്കുക, എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ വെബ്സൈറ്റിൽ പോവുക. UGCnet.nda.nic.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ വേണം നമ്മൾ പോകാനായിട്ട്. അവിടെയാണ് നമ്മുടെ ഈ ഒരു ആൻസർ കീ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. UGCnet.nda.nic.in എന്നുള്ള വെബ്സൈറ്റിൽ ചെല്ലുക. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വെബ്സൈറ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചലഞ്ച് ഓഫ് പ്രൊവിഷണൽ ആൻസർ കീസ് ഫോർ UGC നെറ്റ് ജൂൺ 2026 എന്ന് കിട്ടും. ഇത് CSIR നെറ്റ് ആണെങ്കിൽ അവിടെ ഇതേ പ്രൊസീജിയർ തന്നെയാണ്. CSIR നെറ്റ് ജൂൺ 2026 എന്നായിരിക്കും അവിടെ കാണുക. നമ്മുടെ UGC നെറ്റിന് UGC നെറ്റ് ജൂൺ 2026 എന്നായിരിക്കും കാണുക. ഞാൻ UGC നെറ്റിന്റെ വെച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് എന്നോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ ആൻസർ കീ ചലഞ്ച് എന്നോ ഒന്നുമില്ല. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ചലഞ്ച് ഓഫ് പ്രൊവിഷണൽ ആൻസർ കീസ് ഫോർ UGC നെറ്റ് ജൂൺ 2026 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അടുത്തൊരു വിൻഡോ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഈ എക്സാമിനേഷൻ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ വീഡിയോയിലൊക്കെ, നമ്മുടെ തൊട്ടുമുന്നേയുള്ള വീഡിയോകളുടെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴി ഇതിലേക്ക് എത്തുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നമ്മൾ നെറ്റിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടല്ലോ. നമ്മൾ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്തപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ക്യാപ്ച, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ഇത് മൂന്നിന്റെ ആളുകൾക്ക് എന്ത് വന്നിട്ടില്ല? പ്രൊഫഷണൽ കീയും റെസ്പോൺസ് ഷീറ്റും ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ മൂന്ന് സബ്ജക്റ്റുകൾ, കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഒത്തിരി പേര് എഴുതുന്ന പരീക്ഷകളാണ്. അതുപോലെ സോഷ്യോളജി, ഇത് മൂന്നിന്റെ ആളുകൾ ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, അവർക്ക് ഇത് അറിയില്ല. ഇന്ന് തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടെ. അപ്പൊ നമുക്കറിയാം എന്താണ് ഇനി അടുത്ത ചടങ്ങ് എന്താണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇന്ത്യ ഒരു അപ്ഡേറ്റ് പറയുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ മറ്റുള്ള സബ്ജക്റ്റുകാർ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക, ക്യാപ്ചയും കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഫൈലിലേക്ക് ചെല്ലും. പ്രൊഫൈലിൽ ചെന്നിട്ട് താഴേക്ക് നിങ്ങൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, ഞാനിപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സ്റ്റുഡന്റിന്റെ പ്രൊഫൈലിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വ്യൂ ആൻസർ കീ കാണുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കാണണം. ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആദ്യം നോക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യൂ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഓപ്ഷനിൽ അവിടെ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ, അതിപ്പോ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ അത്, ജേർണലിസം ആണെങ്കിൽ അത്, മലയാളം ആണെങ്കിൽ അത്, അപ്പൊ എന്താണോ അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിക്ക് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസറും റെസ്പോൺസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ശരിക്കും റെസ്പോൺസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന സംഗതിയാണ് റെസ്പോൺസ് ഷീറ്റ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം, നിങ്ങൾ കൊടുത്ത ആൻസറും അതിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ അടുത്ത വിൻഡോയിൽ കാണിക്കാം. ഇങ്ങനെ നമ്മൾ എന്നാണ് പരീക്ഷ നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ കാണാം. ഏത് ഷിഫ്റ്റ് ആണ്, സബ്ജക്ട് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ആ ഒരു ചോദ്യത്തിന്റെ ഓർഡറിലായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഇരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം നോക്കുക. ആദ്യം ജനറൽ പേപ്പർ ആണ്, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്ട് പേപ്പർ വരിക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ, ഞാൻ റാൻഡമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ, ഇപ്പൊ 23-ാമത്തെ സീരിയൽ നമ്പർ 23 അവിടെ ഇതാണ് ചോദ്യം. 127 സീരിയൽ നമ്പർ, 128 സീരിയൽ നമ്പർ, ഇതൊക്കെയാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സീരിയൽ നമ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ അല്ല അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി. ക്വസ്റ്റ്യൻ ID ആണ്. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ക്വസ്റ്റ്യൻ ID നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ക്രീൻ റൈറ്റ് ഹാൻഡിൽ ടോപ്പ് റൈറ്റിൽ നോക്കുക, ക്വസ്റ്റ്യൻ ടൈപ്പ് MCQ, ക്വസ്റ്റ്യൻ ID. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ നിങ്ങൾ എഴുതിയ ആൻസറുകളെല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ചോദ്യം നോക്കുക, നിങ്ങൾ ചൂസ് ചെയ്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക, അത് വെച്ചിട്ട് മുന്നോട്ട്. ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും, അതായത് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് മറ്റൊരു PDF ഫയലായിട്ട് സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് മാറ്റി ഫോണിൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ID ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
ഓരോ ചോദ്യത്തിനും ഓരോ ഐഡിയ ഉണ്ട്, അല്ലാതെ ക്വസ്റ്റ്യൻ നമ്പറിനല്ല ഇമ്പോർട്ടൻസ്. ഇപ്പൊ 23ാമത്തെ ചോദ്യത്തിന് 23 എന്നുള്ള ആ ക്വസ്റ്റ്യൻ നമ്പറിനല്ല ഇമ്പോർട്ടൻസ്, ക്വസ്റ്റ്യൻ ഐഡിക്കാണ് ഇമ്പോർട്ടൻസ്. അതേപോലെ ഓരോ ഓപ്ഷനും ഓരോ ഐഡിയകൾ ഇവര് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ അവസാനത്തെ 3 ലെറ്റർ നോക്കിയാൽ മതിയായിരിക്കും, 605, 606, 607, 608 അങ്ങനെ ഓർഡറിലായിരിക്കണം നിർബന്ധമില്ല. ഇപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ ഐ ഡി നമുക്കറിയാം 595. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ അവിടുത്തെ ഈ ഓപ്ഷൻ 1ന് 4 ഓപ്ഷന് ഓരോ ഐഡി ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ ഏതാണ് അതും ഇവിടെ അറിയാനായിട്ട് സാധിക്കും, നമ്മൾ കൊടുത്ത ഓപ്ഷൻ ഏതാണെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഈ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇത് നിങ്ങൾ പ്രിന്റ് ചെയ്ത് വെക്കുക, എല്ലാ ചോദ്യങ്ങളും ഓടിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പഴയ വിൻഡോയിൽ പോയിട്ട് ബാക്ക് അടിച്ച് അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പഴയ വിൻഡോയിൽ പോയിട്ട് താഴെ വ്യൂ അല്ലെങ്കിൽ ചലഞ്ച് ആൻസർ കീ എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ടു വ്യൂ അല്ലെങ്കിൽ ചലഞ്ച് ആൻസർ കീ എന്നുള്ളത് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ടു വ്യൂ അല്ലെങ്കിൽ ചലഞ്ച് ആൻസർ കീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ ഇവിടെ ഈ സീരിയൽ നമ്പർ 1 2 3 4 ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ, ഈ സീരിയൽ നമ്പരും നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ റെസ്പോൺസ് അടങ്ങിയ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ സീരിയൽ നമ്പർ തുല്യമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ അവിടെ നിങ്ങൾ കണ്ട 23ാമത്തെ ചോദ്യം അല്ല ഇവിടെ 23ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്, അത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ഐ ഡി ആണ്. അപ്പോ ഓരോ ക്വസ്റ്റ്യൻ ഐ ഡി നോക്കി, അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഇങ്ങനെയാണ്, മുൻപും ഇങ്ങനെ തന്നെയാണ്. അപ്പോ ക്വസ്റ്റ്യൻ ഐ ഡി അവിടെ നോക്കുക. ആ ക്വസ്റ്റ്യൻ ഐ ഡിയുടെ കറക്റ്റ് ഓപ്ഷൻ ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, ഇവിടെ ഓരോ ഓപ്ഷനും ഓരോ ഐ ഡി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഓപ്ഷന്റെ ഐ ഡി കറക്റ്റ് ഓപ്ഷൻ ഇവിടെ കാണാം. ഇനി നിങ്ങൾ ഇത് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4 ഓപ്ഷനുകളാണ് ഉള്ളത്. 4 ഓപ്ഷനും പിന്നീട് നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ആയിട്ടൊരു ഒരു ഓപ്ഷനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഇപ്പൊ ശരിയായ ഓപ്ഷൻ, ഇപ്പൊ ഒന്നാമത്തെ സീരിയൽ നമ്പറിലുള്ള ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ ഐ ഡി അവസാനം 3481 തീരുന്ന ഒരു ക്വസ്റ്റ്യൻ ഐ ഡി ആണ്. മനസ്സിലാക്കുക, അവസാനത്തെ 4 ലെറ്റർ നോക്കിയാൽ മതി, കാരണം ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഐ ഡി 3481 തീരുന്നതാണ്. ഇനി കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് 2502 ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ 4 ഓപ്ഷൻസ് ക്ലെയിംഡ് എന്ന് പറഞ്ഞെടുത്ത് 2501 ഉണ്ട്, 2502 ഉണ്ട്, 2503 ഉണ്ട്, 2504 ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ ഈ 2502 നമുക്ക് ഒരിക്കലും ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അത് ഓൾറെഡി അതാണ് കറക്റ്റ് ഓപ്ഷൻ. നിങ്ങളിപ്പോ നിങ്ങളുടെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കുക, ഈ പർട്ടിക്കുലർ ഈ 3481 എന്നുള്ള ക്വസ്റ്റ്യൻ ഐഡിയുടെ ചോദ്യം ഏതാണെന്ന് നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 2502 തന്നെയാണോ ആൻസർ വരേണ്ടത് എന്നുള്ളത് നോക്കുക. ആണെങ്കിൽ പിന്നെ അത് ശരിയാണ്. അല്ല, നിങ്ങൾക്ക് തോന്നുകയാണ് അതല്ല വരേണ്ടിയിരുന്നത്, മറ്റൊരു ഓപ്ഷനാണ് വരേണ്ടിയിരുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നിയത്. നിങ്ങൾക്ക് തോന്നുന്നത് ഓപ്ഷൻ 1 ആണ് അവിടുത്തെ ഉത്തരവായിട്ട് വരേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരം, അതായത് എൻഡിഎ തന്ന ഉത്തരവല്ല, നിങ്ങൾക്ക് ശരിയെന്ന് തരുന്ന ഉത്തരം ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എൻഡിഎ തന്ന ഉത്തരം നമുക്ക് ടിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ചെറിയൊരു ഒരു ഡാർക്കൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള ഓപ്ഷനുകൾ വേണേ ഒന്നിലധികം ഓപ്ഷനുകൾ ശരിയാണ് എന്ന് വേണേൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അല്ലെ ഇതൊന്നും ഉത്തരം അല്ലാതെ വേണമെങ്കിൽ നൺ ഓഫ് ദീസ് ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്യാം. അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഈ 150 ചോദ്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് ക്ലെയിം ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു ചോദ്യം ക്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാനായിട്ട് എത്രയാണ് 200 രൂപ അടയ്ക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് തിരിച്ചു കിട്ടും 200 രൂപ. ഇനി തെറ്റാണെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്തത് തെറ്റാണ്, ഇന്ത്യയുടെ ആൻസർ കീ ആണ് ശരി എന്നുണ്ടെങ്കിൽ 200 രൂപ നമുക്ക് കിട്ടുകയില്ല. അപ്പൊ അങ്ങനെ ചെയ്ത ശേഷം സേവ് യുവർ ക്ലെയിംസ് എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ എത്ര ചോദ്യമാണോ നിങ്ങൾ ചലഞ്ച് ചെയ്തത്, 2 ചോദ്യങ്ങളാണ് ചലഞ്ച് ചെയ്തതെങ്കിൽ 400 രൂപ നമ്മൾ അടയ്ക്കണം. അതിന്റെ പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് പോകും, അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് 18-ാം തീയതി രാത്രി ഒരു 11:59 വരെ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു മെത്തേഡിലാണ് നമ്മൾ ആൻസർ കീ കാണേണ്ടതും റെസ്പോൺസ് ഷീറ്റ് നോക്കേണ്ടതും ചലഞ്ച് ചെയ്യേണ്ടതും. അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്, പ്രോസസ്സാണ്. നിങ്ങൾ അതിനുവേണ്ടി ഇരിക്കുക, കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് അത്രയും ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ ഇരിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ സ്കോറൊക്കെ ഓൾറെഡി നോക്കിയിട്ടുണ്ടാവും. നോക്കാത്ത ആളുകൾ ഈ രീതിയിൽ സ്കോർ നോക്കുക, ശരി ഉത്തരം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ഇങ്ങനെ ചലഞ്ച് ചെയ്യേണ്ടവരത് തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യുക. അത് ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് പറ്റുക, നെറ്റ് അല്ലെങ്കിൽ JRF ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുക. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യേണ്ടത് ചലഞ്ച് ചെയ്യുക. ഇംഗ്ലീഷുകാരും കൊമേഴ്സുകാരും സോഷ്യോളജിക്കാരും ടെൻഷൻ അടിക്കേണ്ട, വരും. നിങ്ങളെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് എന്താണെങ്കിലും ഉടനെ തന്നെ ഇന്ത്യയെ തരുന്നതാണ്. അപ്പോൾ അതൊരു എല്ലാവർക്കും നീതിപൂർവ്വമായിട്ട് അപ്ഡേറ്റ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് മറ്റൊരു വീഡിയോ ഇതിപ്പോ ഇന്ന് രാത്രിയിൽ ഇനി ആൻസർ കീ അനാലിസിസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഉടനെ തന്നെ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.